സി അത് ഡിപ്പെൻഡ്സ് ഓൺ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുമ്പോഴാണല്ലോ. ഇപ്പം ഞാനിപ്പോൾ അച്ഛനും ഉണ്ട് അമ്മയുണ്ട് അടുത്ത്, നമ്മൾക്ക് ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം, ഇന്നാളടുത്ത് ചോദിച്ചാലാണ് എനിക്ക് പെർമിഷൻ കിട്ടുക. എന്നിട്ട് ആദ്യം അവിടുന്ന് പെർമിഷൻ എടുത്തിട്ട് സിനിമക്ക് പോയിക്കോട്ടെ എന്ന് അച്ഛനോട് ചോദിക്കും. അച്ഛൻ പോയിക്കോ മോളെന്ന് പറഞ്ഞാൽ ഉടനെ അമ്മയെടുത്ത് അച്ഛൻ പെർമിറ്റ് ചെയ്തിട്ട് ഞാൻ പോയിക്കോട്ടെ ടാറ്റാ ബൈ ബൈ എന്നിട്ട് മിണ്ടാണ്ട് റിയാക്ഷൻ കേൾക്കാണ്ട് അങ്ങോട്ട് പോവുമല്ലോ. അപ്പം നമുക്കറിയാം ഇന്നാളാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം നമ്മൾ ഈ ഭഗവതിയുടെ രൂപത്തിൽ കുറേ ഭഗവതിമാരുണ്ട്. അതിൽ ഈ ദുർഗ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു ചെറിയമ്മയോ അല്ലെങ്കിൽ അച്ഛനെയോ അമ്മയോ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ അച്ഛൻ്റെ ഏട്ടനോ അനിയനോ ഏതെങ്കിലും ഒരു ബന്ധുവിനെ നമ്മൾ കണ്ടുപിടിക്കുമല്ലോ. ആ ബന്ധുവിന് ഇക്വലൻ്റ് ആണ് ദുർഗ എന്നൊക്കെ പറയുന്ന ആള്. അപ്പം ദുർഗയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദുർഗ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. അപ്പോൾ വി നോ ഹൂ ഈസ് ഗോയിങ് ടു ഇൻഫ്ലുവൻസ് വാട്ട്. അതിനെന്താ അർത്ഥം എന്ന് വിചാരിച്ചാൽ ദേ അണ്ടർസ്റ്റാൻഡ് മൈ ഫ്രീക്വൻസി, ദീസ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് മൈ ഫ്രീക്വൻസി. അതൊരു ഷോർട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാം. ഇപ്പം നമ്മൾ സ്റ്റേബിൾ ആണെങ്കിലോ ഓൾ ദീസ് ഡിസ്റ്റർബൻസ് വിൽ ഗോ അപ്പാർട്ട്. ഇപ്പം ഞാൻ ഹൈദരാബാദിലെ സ്പേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഓഫീസൊക്കെ എൻ്റെ മൂത്ത ബ്രദർ പ്രൊഫസർ ടി.പി. ശ്രീധരൻ എന്നാണ് എൻ്റെ ബ്രദറിൻ്റെ പേര്. വളരെ ഫേമസ് ആയിട്ടുള്ള കേരളത്തിലെ ഒരു പരിഷത്തിൻ്റെയൊക്കെ ഒരു ആക്റ്റീവായിട്ടുള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റി തുടങ്ങാനൊക്കെ ഉണ്ടായ കാരണം അങ്ങനെ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്, പിണറായി വിജയൻ്റെ ഒക്കെ ക്ലാസ്മേറ്റ് ആയിരുന്നു, അങ്ങനെ കുറേ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം എൻ്റെ ഓഫീസൊക്കെ കണ്ടിട്ട് ലാവിഷാണ് ഞങ്ങളുടെ ഓഫീസൊക്കെ. അതൊക്കെ വിട്ടിട്ട് ഞാൻ യൂണിവേഴ്സിറ്റി പോകുമ്പോൾ എന്നോട് പറഞ്ഞത് പോവരുത്, മഹാമോശം സ്ഥലമാണ്. ഞാൻ പറഞ്ഞു മഹാമോശമാണെങ്കിൽ എനിക്ക് അവിടെ പോകണം, അത് നന്നാക്കിയിട്ടേ ഉള്ളൂ ഞാൻ, അല്ലേ? അപ്പോൾ നല്ല പോലെ എതിർത്ത ആളാണ്. ആ എതിർക്കുമ്പോൾ എനിക്കറിയാം ഐ ആം ഗെറ്റിംഗ് എ നെഗറ്റീവ് എനർജി. പക്ഷെ ഞാൻ 13 മാസം പണിയെടുത്തപ്പോഴത്തേക്കും അത് കഴിഞ്ഞ് ഏട്ടൻ വിസിറ്റേഴ്സ് പറഞ്ഞു, ഓ വാട്ട് എ ഗ്രേറ്റ് ചേഞ്ച്. മനസ്സിലായോ? അപ്പം നമുക്ക് നല്ല ധൈര്യം ഉണ്ടെങ്കിൽ ഇഫ് ഐ ആം സ്ട്രോങ് നത്തിങ് ഈസ് ഗോയിങ് ടു എഫക്റ്റ് മീ. ഞാൻ സ്ട്രോങ് അല്ലെങ്കിൽ ഞാനൊരു പുഴ കടക്കുമ്പോൾ ആ വെള്ളം എന്നെ തട്ടിക്കൊണ്ടുപോകും. ഞാൻ വളരെ സ്ട്രോങ് ആണെങ്കിലോ തട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഇനി എനിക്ക് വെയിറ്റ് ഇല്ല എന്ന് വിചാരിക്കുക, എനിക്ക് നല്ല ഫാസ്റ്റായിട്ട് പോകാൻ പറ്റിയാലോ അതും മതി. മനസ്സിലായോ? ഇത് മൊമെൻ്റാണ്. ഫിസിക്സിലെ ഒരു മൊമെൻ്റ് എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ്. ഐദർ മാസ് ഓർ വെലോസിറ്റി ഹാസ് ടു ബി സ്ട്രോങ്. ഇപ്പോൾ ഒരു ബുള്ളറ്റ് എൻ്റെ ശരീരത്തിൽ കയറുന്നത് ബുള്ളറ്റ് വലിയ മാസീവായിട്ടുള്ള സാധനം ആയതുകൊണ്ടൊന്നുമല്ല, നല്ല വെലോസിറ്റിയിൽ പോകുന്നുണ്ട്. ഞാൻ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ഞാൻ ആക്ട് ചെയ്യുന്നത്. ആർക്കും ചിന്തിക്കാൻ സമയം കൊടുക്കണില്ല. എന്ത് പറ്റും? ഒരു ഡിസ്കഷനും ഇല്ല, എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യേയില്ലല്ലോ, കാരണം ഐ ആം മൂവിങ് മച്ച് ഫാസ്റ്റർ ദാൻ ദം. നമ്പർ 1. നമ്പർ 2, എനിക്ക് നല്ല വെയിറ്റ് ഉണ്ട്. എനിക്ക് ഫാസ്റ്റ്നെസ് ഇല്ലെങ്കിലും എനിക്ക് എല്ലാവരെയും സ്മാഷ് ചെയ്യാൻ പറ്റും. ആ ഫിലോസഫിയും നാച്ചുറൽ ഫിസിക്സും ഒക്കെ റിലേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഫിലോസഫിയിലെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് ഫിസിക്സുമായിട്ട് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എനിക്കൊരു നല്ല മൊമെൻറ്റം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് ഫിസിക്സ് അല്ല, മാത്തമാറ്റിക്സും അല്ല, ഇംഗ്ലീഷാണ്. I have great momentum. No, either I have my weight. I can influence somebody with my weight. Yes. Second one, I am very fast. No അർത്ഥം ഉണ്ട് അതിനകത്ത്. I act in such a fashion nobody. ഇപ്പം ഞാൻ പാലക്കാട് ഒരു വിക്ടോറിയ കോളേജിൽ പോയ സമയത്ത് ഒരു പെൺകുട്ടി പറഞ്ഞു, എനിക്ക് ആസ്ട്രോഫിസിക്സ് പഠിക്കണം, ഇന്നടുത്ത് പോകണം എന്നൊക്കെ ആഗ്രഹം, പക്ഷെ ഉമ്മ വിടില്ല, ഉപ്പ വിടില്ല. ആ കുട്ടിയുടെ കാസ്റ്റ് മനസ്സിലായല്ലോ. ഞാൻ പറഞ്ഞു ഡോണ്ട് വറി, എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും എഴുതുക, അപ്ലിക്കേഷൻ കൊടുക്കുക, ഇതിനൊന്നും ആരും അറിയണ്ട, ഓൺലൈൻ ചെയ്യാം. അതൊക്കെ കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നീ എന്നോട് പറ. മെറിറ്റ് ഉണ്ടെങ്കിലല്ലേ ബാക്കി കാര്യം ആലോചിക്കുള്ളൂ. മെറിറ്റ് കഴിഞ്ഞിട്ട് കിട്ടിയ സമയത്ത് ഞാൻ പറഞ്ഞു ഇന്ന് രാവിലെ ബസ് പിടിക്കുക, നേരെ സ്ഥലം വിടാം, അത് കഴിഞ്ഞിട്ട് കത്തെഴുതി വെക്കുക, ഞാൻ ഇന്ന സ്ഥലത്ത് പഠിക്കാൻ പോയത്. ഒരു പ്രശ്നവും എന്ന് പറഞ്ഞു. കാരണം ഒരു യൂണിവേഴ്സിറ്റിയിലും ചേരാൻ അച്ഛൻ്റെ അമ്മേൻ്റെ ഒപ്പ് വേണ്ട, കോളേജിൽ ചേരാൻ മാത്രമേ വേണ്ടൂ. 12ാം ക്ലാസ് കഴിഞ്ഞ് കോളേജിൽ ചേരുമ്പോൾ വേണം. യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് ആരുടെയും അച്ഛൻ്റെ അമ്മേൻ്റെ ഒപ്പ് ചോദിക്കില്ല. പിന്നെ എന്തിനാണ് ആലോചിക്കുന്നത്? യു ജസ്റ്റ് ഗോ, യു ആർ ഗ്രോൺ അപ്പ് ഗേൾ, യു നോ വാട്ട് ഈസ് ടു ബി ഡൺ, യുവർ മദർ ഈസ് നോട്ട് എഡ്യൂക്കേറ്റഡ്, ഫാദർ ഈസ് നോട്ട് എഡ്യൂക്കേറ്റഡ്, ഡസൻറ്റ് മാറ്റർ, ജസ്റ്റ് ഗോ. അപ്പോൾ അതിന് ധൈര്യം വേണം. അതെ, 2-3 കാര്യങ്ങളാണ്, 6 കാര്യങ്ങളാണ് ഒരു മനുഷ്യന് വേണ്ടത്. ഇതാണ് അൾട്ടിമേറ്റ് ക്ലാസ് ഇന്നത്തെ. എനിക്ക് ചോദിക്കരുത്. ഓക്കെ. ഉദ്യമം എന്ന് പറഞ്ഞാൽ പ്ലാനിങ്. നല്ല പോലെ പ്ലാൻ ചെയ്യണം. ആ പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് നമുക്ക് ചുറ്റുമുള്ളവരെ കൺവിൻസ് ചെയ്യാൻ പറ്റിക്കുന്ന തരത്തിൽ വേണം പ്ലാൻ. അപ്പോൾ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെ കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് അതിനകത്ത്. അത് കഴിഞ്ഞാൽ വേണ്ടതാണ് ഞാനിപ്പോൾ ആ കുട്ടിയോട് ഓടാൻ പറഞ്ഞിട്ടുള്ള സംഭവം, സാഹസം. ഓക്കെ, അത് സാഹസമാണ്. കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് സാഹസം. ഇപ്പം എൻ്റെ മകനോട് ഞാൻ പറഞ്ഞു ബിടെക് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 യൂണിവേഴ്സിറ്റിയിലെങ്കിലും അപ്ലൈ ചെയ്യണം. എവിടെയാണ് കിട്ടുകയെന്നറിയില്ല. UK UK, അമേരിക്കയിലാണെങ്കിൽ ആദ്യം തീരുമാനിക്കുക, അവിടേക്ക് അപ്ലൈ ചെയ്യാം. ഓ ശരി ഫൈൻ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ്
ഒരു സ്ഥലത്ത് കിട്ടിയ സമയത്ത് പറഞ്ഞു ഞാൻ ഇന്ന സ്ഥലത്ത് പറഞ്ഞു, ഞാൻ ബാക്കി സ്ഥലത്തേതും കൂടി വെയിറ്റ് ചെയ്തൂടെ, ഞാൻ ഒറ്റ സ്ഥലത്തെ അപ്ലൈ ചെയ്തില്ല, എനിക്കറിയാം അവിടെ കിട്ടും എനിക്ക്. യു ആർ സോ കോൺഫിഡൻറ്റ് നോ, വളരെ ഡിറ്റർമിൻഡ് ആണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഉദ്യമം, സാഹസം. ആ സാഹസം എടുക്കുമ്പോഴാണ് ഒരു സ്ഥലത്ത് മാത്രം അപ്ലൈ ചെയ്യുന്നത്, ആണോ അല്ലയോ? അത് സാഹസം ഉണ്ടാവണം. ഞാൻ തീരുമാനിച്ചു ഞാനിതാ ചെയ്യണം. ഉദ്യമം, സാഹസം. അതിനെന്ത് വേണമെന്നറിയോ? അടുത്ത പറയുന്ന 3 സംഭവങ്ങൾ ഉണ്ടെങ്കിലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ധൈര്യം, ബുദ്ധി, ശക്തി. ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി. പിന്നെ അവസാനത്തെ എന്താ വെച്ചാൽ പരാക്രമം. പരാക്രമം എന്ന് പറഞ്ഞാൽ മലയാളത്തിലല്ല, സംസ്കൃതത്തിൽ പരാക്രമം എന്ന് പറഞ്ഞ അർത്ഥം വേണ്ട മോളെ, എന്തിനാ ഇങ്ങനെ ആരും ചെയ്യാത്ത പണിക്ക് പോകുന്നേ, ഇത് മാത്രം നിന്നെ രക്ഷിക്കും. അത് എല്ലാവരും ഇന്ന റിലേറ്റീവിൻ്റെ ഒരു സാമ്പിള്, മറ്റേ റിലേറ്റീവിൻ്റെ സാമ്പിള്, കുറേ ആൾക്കാരുടെ സാമ്പിളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ പോണാൽ പോകട്ടും, അടിച്ച് തെറിപ്പിക്കുക എന്നൊക്കെ മലയാളത്തിൽ പറയില്ലേ, ഐ ഡോണ്ട് കെയർ യു എന്ന് പറയുന്ന ആ സ്വഭാവത്തിലാണ് പരാക്രമം എന്ന് പറയുക, അടിച്ചു തെറിപ്പിക്കുക. പക്ഷെ അതിനെന്ത് വേണം? വെറുതെ അടിച്ചു തെറിപ്പിച്ചിട്ട് കാര്യമില്ല. ഈ മുമ്പുള്ള 5 ഉണ്ടായാലേ 6ാമത്തേത് ഫലിക്കുള്ളൂ. ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, അത് കഴിഞ്ഞ് പരാക്രമം. ഈ പരാക്രമം മാത്രമുള്ളവരാണ് പലപ്പോഴും പതിഞ്ഞു പോകുന്നത്. അവർ താഴെ വിടും, കാരണം അവർക്ക് പ്ലാനിങ് ഉണ്ടായിട്ടില്ല, അറിയാതെ എടുത്ത് ചാടിപ്പോവും. അത് പാടില്ല. സാഹസമാണ്, അത് റിസ്ക്കിയാണ്. ആദ്യം ചോദിച്ച ചോദ്യമാണ് പറഞ്ഞത്, സാഹസം അത് റിസ്ക്കാണ്. പിന്നെ ധൈര്യം, ബുദ്ധി, ശക്തി. ധൈര്യം വേണം, ബുദ്ധിയും വേണം, ശക്തിയും വേണം. അത് ആരോ പറഞ്ഞു കേട്ടിട്ട് തൽക്കാലമുള്ളതാകുമ്പോൾ പിന്നെ റിപ്പൻറ്റ് ചെയ്യും. അങ്ങനെ ആവരുത്, അത്ര എളുപ്പമല്ല. ഞാൻ ഒന്നാമത് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി ടു ലിവ് ഇൻ ദിസ് വേൾഡ് വെൻ വി ആർ സോഷ്യലി ബൗണ്ടഡ്, ഫങ്ഷണലി ബൗണ്ടഡ്. ഫങ്ഷണലി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറേ ബോണ്ടേജ് ഉണ്ട്. ഫിനാൻഷ്യലി ബൗണ്ടഡ് ആണ് നമ്മൾ. ഇതൊക്കെ ഈ ബോണ്ടേജുകളൊക്കെ എൻ്റെ ഇടയിലുണ്ടല്ലോ. ഫാമിലി ബോണ്ടേജ് ഉണ്ടാവും. ഇപ്പം എപ്പോഴും അതൊരു പ്രോബ്ലമാണ്. ആ പ്രോബ്ലത്തിൻ്റെ ഇടയിൽ ഹൗ ഡു യു ടേക്ക് കെയർ ഓഫ് ഓൾ ദീസ്? ഇറ്റ്സ് എ ബിഗ് തിങ്, റൈറ്റ്? ഇപ്പം അമേരിക്കയിലൊക്കെ ഉള്ള കുറേ കുട്ടികളെ എനിക്കറിയാം. അവരൊക്കെ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അവർ ഹസ്ബൻഡും വൈഫും ആയിട്ടാണ് ജീവിക്കണേ. പക്ഷേ അവർ ഹസ്ബൻഡും വൈഫും ഒന്നുമല്ല. ഇന്ത്യയിൽ മാത്രം വരുമ്പോൾ ഹസ്ബൻഡും വൈഫാണ്. അവരവിടെ സെപ്പറേറ്റാണ് ജീവിക്കുന്നുണ്ടാവുക. ചിലപ്പോൾ ഒരേ വീട്ടിൽ ജീവിക്കുന്നുണ്ടാവും, പക്ഷേ ഹസ്ബൻഡും വൈഫും ഒക്കെ വേറെ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ അവർ ഇവിടുന്ന് അവരുടെ പാരൻസോ ഗ്രാൻഡ് പാരൻസോ ഒക്കെ പോകുമ്പോൾ മറ്റേതെല്ലാം വെക്കേറ്റ് ചെയ്ത് കാലിയാക്കി വേറെ എവിടെയെങ്കിലും പറഞ്ഞേച്ച് തൽക്കാലം അവരെ കുറച്ച് മാസമല്ലേ വേണ്ടു അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് അവർ പിന്നെ ചോദിക്കും എന്താ മക്കളെ കുട്ടികളൊന്നും ഇല്ലാത്തത്. നമ്മൾ ആലോചിച്ചിട്ടില്ല, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഒഴിവാക്കുകയൊക്കെ ചെയ്യും. ഇങ്ങനെയൊക്കെ കുറേ പേര് നമുക്ക് തന്നെ അറിയുന്ന കുറേ പേര്. സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ്. നിന്റെ പെരിയപ്പയെ വിളിക്കണം. ഞാൻ പിന്നെ വിളിക്കാം. ഇവിടെ പെരിയപ്പ എന്നാ പറയാ. അതെ, ഞാൻ ബോണ്ടേജിന്റെ കാര്യം പറഞ്ഞപ്പോഴേ നമ്മൾക്ക് ചിലപ്പോ ഒക്കെ നമുക്കിപ്പോ നമ്മുടെ ചില ബോണ്ടേജസ് ഒക്കെ നമുക്ക് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് തീർന്നു എന്ന് തോന്നുന്ന ചില ബന്ധങ്ങൾ ഇല്ലേ? ഉണ്ട്, ഇഷ്ടം പോലെ. അത് എപ്പോഴും ഉണ്ടാവും. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ പിന്നെ ഒരു സംശയം വരും. നാളെ ആവശ്യം വന്നാലോ, അല്ലെങ്കിൽ അവർക്കൊരാവശ്യം വന്നാലോ. അങ്ങനെയൊന്നല്ല. നോബഡി ഈസ് ഇൻഡിസ്പെൻസിബിൾ. ഇപ്പം ഇന്ദിരാഗാന്ധി മരിച്ചുപോയാൽ ഇന്ത്യ ആകെ നശിച്ചു എന്ന് വിചാരിച്ചിട്ട് എന്താ സംഭവിച്ചു? വല്ലതും സംഭവിച്ചു? അങ്ങനെയൊന്നുമില്ല. നോബഡി ഈസ് ഇൻഡിസ്പെൻസിബിൾ. ഇപ്പം നമ്മളില്ലെങ്കിലും വേറെ. ഇപ്പം എൻ്റെ അച്ഛൻ മരിച്ചു എന്നുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായതൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എനിക്ക് 4 വയസ്സുള്ളപ്പോൾ മരിച്ചു. എൻ്റെ ഏട്ടൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ നോബഡി ഡിപ്പെൻഡ്സ് ഓൺ സംബഡി എൽസ്. വി ആർ ഓൾ ഇൻഡിപെൻഡൻറ്റ് ബീയിങ്സ്. ഇപ്പം ഇന്ന് മുത്തശ്ശൻ മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച സമയത്ത് ഞാനതാ പറഞ്ഞത്, അത് പോയി അത്ര തന്നെ. അതിന് ഏറ്റവും നല്ല ഉദാഹരണം യക്ഷപ്രശ്നം എന്ന് പറഞ്ഞിട്ട് മഹാഭാരതത്തിലൊരു ചോദ്യമുണ്ട്, കുറേ ചോദ്യങ്ങൾ. ധർമ്മപുത്രരുടെ 4 ബ്രദേഴ്സും മരിക്കും. 5ാമത്തെ ധർമ്മപുത്രർ പോയിട്ട് വെള്ളം എടുക്കാൻ പോകുന്ന സമയത്ത്, വെള്ളം കുടിക്കാൻ വേണ്ടി വെള്ളം എടുക്കാൻ പോകുന്ന സമയത്താണ് ഈ ആ വെള്ളത്തിൽ വിട്ടാ മരിച്ചു പോകുന്നത്. അപ്പോൾ യക്ഷൻ ചോദിക്കും, നീ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞാൽ ഞാൻ നിനക്ക് ആവശ്യമുള്ള വെള്ളം തരുകയും ചെയ്യാം, ഇവരൊക്കെ രക്ഷിക്കുകയും ചെയ്യാം. പക്ഷെ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയണം. അങ്ങനെ കുറേ ചോദ്യങ്ങൾ വരും, 100ഓളം ചോദ്യങ്ങളുണ്ട്. അതിലെ ഒരു ചോദ്യം എന്താ പറയുക, ഇപ്പം നീ എന്താ ആലോചിക്കുന്നതാണ്. ഇപ്പോൾ എല്ലാ ബ്രദേഴ്സും മരിച്ചൊരു ബ്രദറിനോട് ഇപ്പം നീ എന്താ ആലോചിക്കുന്നു പറഞ്ഞാൽ നമ്മളെന്താ പറയുക?
ആകെ പ്രശ്നമാണ് അല്ലേ. അനിയന്മാരൊക്കെ മരിച്ചു, എന്തിനാ ഞാൻ ഈ കഷ്ടം ചെയ്തത്, ഞാൻ വരായിരുന്നു ആദ്യം തന്നെ, അവരെ കൊണ്ടുപോകണ്ടായിരുന്നു, ഇതൊക്കെ അല്ല ആലോചിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്താ അറിയോ, ഈ ഭൂമിയും ഭൂമിക്ക് ചുറ്റും സൗരയൂഥങ്ങളും ഇപ്പം ഐശ്വര്യ ചോദിച്ച പോലെയാണ്, ഇന്റർ റിലേഷൻഷിപ്പും ഗാലക്സികളും അതൊക്കെ ഇങ്ങനെ കറങ്ങണമെന്നൊക്കെ ഞാൻ ആലോചിക്കുന്നത്. ഭയങ്കര ഫിസിക്സ് ആലോചിക്കുന്നത് ധർമ്മപുത്രർ. നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? കാരണം ഇതൊക്കെ സിമ്പിൾ തിങ്സ് ആണ്. നമ്മൾ ചത്തവും മറ്റേ ചത്തവും, ഒരാളുണ്ടാവും ഒരാൾ ഉണ്ടാവില്ല, ഇതൊന്നും അല്ല നമ്മൾ ആലോചിക്കേണ്ടത്. വി ഷുഡ് തിങ്ക് മച്ച് ഹയർ. അപ്പോൾ ഈ ബോണ്ടേജുകളൊന്നും പ്രശ്നമല്ലാതാവും. അവസാനം പിന്നെ ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ, ഏറ്റവും വലിയ ആശ്ചര്യമായ കാര്യം എന്താണെന്ന്. അപ്പൊ പറയുന്നത്, ഓരോരുത്തർ കലനുർക്കുകട കവിയെ ശേഷിപ്പോർ സ്ഥിരമെന്നോർപ്പൂ എന്താശ്ചര്യം ഇതിൽ പരം എന്നാണ്. ഓരോരാൾ ചത്തു പോകുമ്പോൾ നമ്മൾ വിചാരിക്കും അയാൾ ചത്തുപോയി, ഞാനിവിടെ സ്ഥിരാന്ന്. ഒരാൾ മരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക നമ്മൾ മരിച്ചു പോകുന്നത്. അയാളെ കുഴിച്ചിടാനും അയാളെ കത്തിക്കാനും ഒക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ധാരണ നമ്മളിവിടെ സ്ഥിരമായിട്ടിരിക്കുന്ന ആൾക്കാരാണ്. ഓരോരാളും കാലനൂർക്ക് കടക്കവേ ശേഷിപ്പോർ സ്ഥിരമെന്നോർപ്പൂ എന്താശ്ചര്യം ഇതിൽ പരം. അപ്പം നമ്മൾ കരയേണ്ടത്, ഞാനും നാളെ ഇതേപോലെ മരിക്കാൻ പോകുന്നതുകൊണ്ട് ആരും കരയോ? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയ്യോ അയാൾ പോയല്ലോ എന്നിട്ടല്ലേ കരയാറുള്ളൂ. അപ്പം നമ്മൾ അതാണ് ആലോചിക്കേണ്ടതെന്നാണ്. അങ്ങനെ ആലോചിക്കാത്തതാണ് നമ്മുടെ ആശ്ചര്യം. മനസ്സിലായോ? ഇപ്പം ഇത്രയൊക്കെ ഉള്ളൂ ബന്ധം. ഇപ്പം നമ്മൾ ആര് തൊട്ടടുത്ത ബന്ധുക്കൾ മരിച്ചാലും നാളെ രാവിലെ ഇഡ്ഡലിക്ക് ചമ്മന്തി കൊടുക്കുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കുറവാണ്, അതും കൂടി ഇട്ട് തരണം എന്ന് പറഞ്ഞ് നല്ല ടേസ്റ്റോട് കൂടിയേ കഴിക്കുള്ളൂ. ചായയൊക്കെ മധുരം കുറവാണെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ഇടാൻ പറയും. അത്രയൊക്കെ ഉള്ളൂ അന്യോന്യുള്ള ബന്ധം. ഇനി തൊട്ടടുത്ത് കൂടെ കിടന്നുറങ്ങിയ ആളാലും മരിച്ചു കഴിഞ്ഞാൽ, അയാൾ ചത്തുപോയി കഴിഞ്ഞാൽ പിന്നെ അയാൾ വന്ന് കിടക്കുകയാണെങ്കിൽ അയാൾ ഒഴിവാക്കാൻ വേണ്ടി കർമ്മം ചെയ്ത് പൂജ ചെയ്ത് എങ്ങനെയെങ്കിലും ശല്യത്തിന് ഒന്ന് കൊണ്ടുപോകാൻ പറയും. അത്രയൊക്കെ ഉള്ളൂ ബന്ധം. ഇതൊക്കെ ഈ ശരീരത്തിന് കൊടുക്കുന്ന ഒരു മണം ആണ് നമ്മുടെ പ്രാണൻ. പ്രാണൻ എന്ന് പറഞ്ഞ ഒരു സ്മെല്ലാണ്. ആ സ്മെല്ലുള്ളത് കൊണ്ടാണ് ഈ ശരീരത്തിലെ ഒരു തന്മാത്ര പോലും, ഒരു ആറ്റം പോലും നമ്മളിൽ നിന്ന് വിഘടിച്ചു പോവാത്തത്. ചത്തു കഴിഞ്ഞാൽ ഈ തന്മാത്രകളൊക്കെ നമ്മളിൽ നിന്ന് വിഘടിച്ചു പോകും. അതുകൊണ്ടല്ലേ ദ്രവിച്ചു പോകുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും ദ്രവിച്ചു പോകാറില്ലല്ലോ. മരിച്ചു കഴിഞ്ഞാൽ ദ്രവിച്ചു പോകും. അപ്പം ഇതിനൊക്കെ കൂട്ടിച്ചേർത്ത് നിൽക്കുന്ന ഒരു സാധനമാണ്. അത് ദ്രവിക്കാതെ മാത്രമല്ല, ഒരു ദിവസം കഴിഞ്ഞാൽ ശവം നാറാൻ തുടങ്ങും. അതുകൊണ്ടാണ് കുറേ സ്പ്രേ അടിക്കുന്നത്. രണ്ട് സ്വഭാവങ്ങളാണ്. ഒന്ന് കൂട്ടിച്ചേർക്കാനുള്ളത് ഗമ്മാണ്. പ്രാണൻ എന്ന് പറഞ്ഞാൽ ഗമ്മാണ്. രണ്ടാമത് പ്രാണൻ എന്ന് പറഞ്ഞാൽ സെൻറ്റാണ്. ആ സെൻറ്റ് അടിച്ചിട്ടില്ലെങ്കിൽ നാറ്റം തുടങ്ങും. എല്ലാ ദ്രവിച്ച ഭാഗങ്ങളും നാറും. നമ്മുടെ ശരീരത്തിലും അങ്ങനെയാണ്. അപ്പം ഇത് രണ്ടും ഉള്ള ഒരു പ്രാണൻ എന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ലും നല്ല പശയും, ഈ രണ്ട് സാധനമാണ്. ഇത് നമ്മളിൽ നിന്ന് പോയാൽ അതങ്ങോട്ട് പോയി. അത്രേ ഉള്ളൂ പ്രാണനും ജീവനും ഒക്കെ അർത്ഥം. ഓക്കെ, ഇതാണ് ലൈഫ് ഫോഴ്സ് എനർജി. ഇതൊക്കെ ആ സീഡ്ലിങ്ങിൽ കുറച്ചവിടെ ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ ആകെ യൂസ്ഫുൾ ആയിട്ട് ആദ്യം പറഞ്ഞാലായിരുന്നു. അല്ല, ശരിക്കും പ്ലാൻ ചെയ്യണം. എന്താ അറിയോ, ദർ ഈസ് സംതിങ് കോൾഡ് എ വിസ്ഡം. ഞാൻ പറഞ്ഞുതരാം. സംതിങ് കോൾഡ് എ പാർവതി ഞാനുമായിട്ടിരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് തൻ്റെ കരിയർ, ജോബ്, പ്രോസ്പെക്ടസ്, പഠനം നമുക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാം. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് വൺ. ഇതൊരു ജനറിക് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മുടെ ധാരണയിൽ ഇപ്പം സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടും, വലിയ ബുദ്ധിമുട്ടൊന്നും. അതുകൊണ്ടാണ് എല്ലാവരും ബിടെക്കിന് പോകുന്നത്. ഇപ്പം ബിഗ് ഡാറ്റ പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒരു ജോലി കിട്ടും. കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും. പക്ഷെ മെക്കാനിക്കൽ പഠിച്ചാൽ അത്ര കിട്ടുമെന്ന് ചോദിച്ചാൽ നല്ല പാഷനേറ്റ് ആണ് എങ്കിൽ കിട്ടും എന്നേ പറയാൻ പറ്റും. അതുപോലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചിട്ട് ഇപ്പം എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് 50,000 റുപ്യ മാസം ശമ്പളം കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിടെക് കഴിഞ്ഞാൽ സംശയമാണ്. പക്ഷെ ഇംഗ്ലീഷ് MA പഠിച്ചിട്ട് 50,000 റുപ്യ മാസം മേടിക്കുന്ന ഇഷ്ടം പോലെ ആൾ എനിക്കറിയാം. ഗൂഗിളിലൊക്കെ ജോലി കിട്ടാമെന്നായിരിക്കും. They are paid very good. Your grammar is good, English writing is good. പക്ഷെ ഇന്നതിന് പ്രശസ്തി ഇല്ലാണ്ടായി, കാരണം ChatGPT ഉണ്ടെല്ലാം കറക്റ്റ് ചെയ്യാൻ. അപ്പൊ ഈ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ആയിട്ടുള്ള സംഭവങ്ങൾക്കൊക്കെ കുറച്ച് കാലം കഴിയുമ്പോൾ സയൻസ് വിൽ ഓവർടേക്ക്. അതുകൊണ്ടാണ് സയൻസിന് പ്രാധാന്യം കൂടിയത്. പണ്ട് കാലത്ത് എല്ലാ ഓൾ ഇന്ത്യ സർവീസ് എഴുതുന്നവരും ഈ ഹ്യൂമനിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റഡീസ്, എക്കണോമിക്സ്, ആന്ത്രപ്പോളജി, സോഷ്യോളജി, ഇംഗ്ലീഷ്, ലിറ്ററേച്ചർ ഒക്കെ പഠിച്ചവർക്ക് IAS ആവാൻ പറ്റിയിരുന്നു. ഇന്ന് ഇന്ത്യയിൽ കിട്ടുന്ന IAS കാരുടെ ഒരു മാക്സിമം നോക്കിയാൽ ബിടെക്കാരാണ്.
കാരണം ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ സ്കിൽ, മാത്തമാറ്റിക്കൽ എബിലിറ്റി, പിന്നെ ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ അറിയണം എന്നുള്ളത് സംഭവം ശരി. അത് കഴിഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ വേണ്ടത് ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി. ഇതൊക്കെ ഏറ്റവും കൂടുതൽ ലോജിക്കൽ അനാലിസിസ് ഉള്ളത് സയൻസ് പഠിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് പലരും എൻ്റെ മക്കൾക്ക് ജോലി കിട്ടണം എന്നല്ല അച്ഛൻ്റെ അമ്മയുടെ ഒരു ആഗ്രഹമാണ്. അപ്പം അതുകൊണ്ടാണ് അത് പഠിപ്പിക്കുന്നത്. പിന്നെ അമേരിക്കയെ പോലെയല്ല, നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇതല്ല എൻ്റെ ഫീൽഡ് എന്ന് പറഞ്ഞ് പിന്നെ 40ാമത്തെ വയസ്സിൽ എനിക്ക് പഠിക്കാൻ പോയാലും അവിടെ ആരും പറയില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മളെന്താ വെച്ചാൽ ഇത്ര വയസ്സിൽ പ്രസവിക്കണം, ഇത്ര വയസ്സിൽ മക്കളെ LKGക്ക് അയക്കണം, ഇത്ര വയസ്സിൽ 10ാം ക്ലാസ് പാസ്സാവണം, ഇത്ര വയസ്സിൽ മാസ്റ്റേഴ്സ് ആവണം, ഇത്ര വയസ്സിൽ ജോലി കിട്ടണം, ഇത്ര കഴിഞ്ഞാൽ വിവാഹം കഴിക്കണം. ഇത് ഒരു സൈക്കിളാണ്. ആ സൈക്കിളിൽ നിന്ന് പുറത്തേക്ക് ചാടണമെങ്കിൽ ആ അത്രയും കൺവിൻസിങ് ആയിട്ടുള്ളൊരു സംഭവം നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് നാച്ചുറൽ. നമ്മൾ വളരെ ഒരു സിന്തറ്റിക് ആയിട്ടുള്ളൊരു അപ്രോച്ചിലാണ് പോകുന്നത്. സോ നാച്ചുറൽ അല്ലാണ്ട് സിന്തറ്റിക് ആകുന്ന ഒരു അപ്രോച്ചിൽ പോകുന്ന സമയത്ത് യു ഹാവ് ടു ബി ലിറ്റിൽ മോർ കെയർഫുൾ. ആ കെയർഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ യു ഹാവ് ടു ബി ആ ഒരു ലെവലിലേക്ക് പോകാൻ സാധിക്കുമ്പോൾ, ഇപ്പോൾ എൻ്റെയൊക്കെ സ്റ്റുഡൻസ് ഉണ്ട് IIT കിട്ടി പോകാത്തവരുണ്ട്. കാരണം ഐ ഡോണ്ട് വാണ്ട് ടു ലീവ് മൈ ഫാദർ, ഈസ് എ പേഷ്യൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് അവർ ഏകദേശം ശരിയൊക്കെ ആയി മാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് MIT പോയിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് ഓർഗനൈസേഷൻ, റൈറ്റ്? അപ്പോൾ അത് ഒരു ആ സമയത്തെടുക്കേണ്ട തീരുമാനം അതായിരുന്നു നല്ലത്. അത് കഴിഞ്ഞപ്പോൾ ഇറ്റ് വാസ് ബിഗർ ആൻഡ് ഹയർ. അത് ആ ഒരു സ്റ്റെപ്പിൽ എടുക്കാൻ പറ്റണം. അതുകൊണ്ട് വാട്ട് യു ഷുഡ് ഡു ഈസ് ഡോണ്ട് തിങ്ക് അബൌട്ട് വാട്ട് യു ആർ സപ്പോസ് ടു ഡു നൗ. ഇപ്പം നമ്മളൊരു ട്രെയിൻ പിടിക്കണോ എയർക്രാഫ്റ്റ് പിടിക്കണോ എന്നുള്ളത് എവിടെ പോകണം എന്നുള്ളതിനനുസരിച്ചിട്ടാണ്. തിരുവേഗപ്പുറം പോകണമെങ്കിൽ ഞാൻ ഹെലികോപ്റ്റർ പിടിച്ച് പോകില്ലല്ലോ, ഓട്ടോറിക്ഷ പിടിച്ചിട്ടല്ലേ പോകുള്ളൂ. അപ്പോൾ എനിക്ക് എവിടെ ലാൻഡ് ചെയ്യണം, അവിടെ ആ ഫെസിലിറ്റി ഉണ്ടോ, ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ് വേണ്ടത് തീരുമാനിക്കുന്നത്, വേർ ടു ട്രാവൽ, വെൻ ടു ട്രാവൽ, ഹൗ ടു ട്രാവൽ, വൈ ടു ട്രാവൽ എന്നൊക്കെ ചോദിച്ചിട്ടാണ്. അപ്പോൾ ജീവിതത്തിൽ ഇന്ന് ജൂലൈ 19-ാം തീയതി 2023, വേർ ഐ വിൽ ബി ഇൻ 2024, വേർ ഐ വിൽ ബി ഇൻ 2025, ഡ്രോ എ ലൈഫ് ലൈൻ. അത് നമ്മൾ സാധാരണ എന്താണ് ഓരോ ടൈം ലൈൻ വരച്ചിട്ട് അതിനകത്ത് എൻ്റെ ക്വാളിഫിക്കേഷൻ എങ്ങനെ കൂടും, വാട്ട് ആം ഐ ഗോയിങ് ടു ബി, അതൊരു ചാർട്ട് ഉണ്ടാക്കിയിട്ട് ദിസ് ഈസ് മൈ ലൈഫ് പ്ലാൻ. അത് കൃത്യമായിട്ട് നമ്മുടെ പ്ലാനിങ്, അതാണ് ഉദ്യമം. ഒരു വീട് ഉണ്ടാക്കുന്നതിന് മുമ്പ് പ്ലാൻ ഉണ്ടാക്കും, എവിടുന്ന് എന്തൊക്കെ മേടിക്കണം എന്ന് ഞാൻ തീരുമാനിക്കുന്നത് പോലെ decide it very strong and then have a logic for that, and you can convince everybody around you and get their blessings. That is more important. Okay. Thank you, doctor. Actually ഇതിലുള്ള പല പോയിന്റ്സ് എനിക്ക് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായി, ഓക്കെ ഇതാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നാളെ കാണാം. എൻ്റെ അച്ഛനെയും ഇവിടെയൊക്കെ എത്തിച്ചത് ഞാനാന്നൊക്കെ പറയാറുണ്ട് ഇടയ്ക്ക്. അതെ അച്ഛൻ പറയും, എപ്പോഴും പറയാം. സാറിന്റെ ഒരു റോൾ, ഡോക്ടറിന്റെ ഒരു വലിയ റോൾ ഉണ്ട് എന്ന് പറയും, അച്ഛൻ പറയും. ഞാനും രാജഗോപാലും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. 2-3 കാരണങ്ങളുണ്ട്. രാജഗോപാൽ പരിഷത്തിലൊക്കെ ആക്റ്റീവ് ആയിരുന്നു, ഞാനും പരിഷത്തിൽ ആക്റ്റീവ് ആയിരുന്നു അന്ന് കാലത്തൊക്കെ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ബ്രദർ അതിൻ്റെ സംസ്ഥാന ഭാരവാഹിയൊക്കെ ആയിരുന്നു. അപ്പോൾ വി ഹാഡ് പിന്നെ കോമൺ ഇൻട്രസ്റ്റ്, കുറേ വായനയും വ്യത്യസ്തമായി ചിന്തിക്കുക. പിന്നെ കോഴിക്കോടുള്ള സമയത്ത് വി വർ ടുഗദർ, കാണുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്.